നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിക്കറ്റ് എന്ന കളി നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് കേവലം ബൗണ്ടറികളും വിക്കറ്റുകളും കൊണ്ട് മാത്രമല്ല. ഗാലറികളിലെ ആരവങ്ങൾക്കും ക്യാമറ ഫ്ലാഷുകൾക്കുമപ്പുറം പച്ചപ്പുൽ മൈതാനത്ത് ചില നിമിഷങ്ങൾ പിറക്കാറുണ്ട്. ചരിത്രത്തിന്റെ താളുകളിൽ സ്വർണലിപികളാൽ എഴുതപ്പെടേണ്ട ചില അപൂർവ നിമിഷങ്ങൾ. അത്തരമൊരു അതിവൈകാരികമായ മനോഹരമായ കാവ്യത്തിനാണ് കഴിഞ്ഞ ഞായറാഴ്ച രാത്രി മുംബൈ ഇന്ത്യൻസും രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള മത്സരത്തിനു ശേഷം ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചത്. മത്സരത്തിന് കൊടിയിറങ്ങി കളിക്കാർ പരസ്പരം കൈകൊടുക്കുന്ന ആ നിമിഷം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ജീവശ്വാസമായ സാക്ഷാൽ രോഹിത് ശർമ്മ രാജസ്ഥാന്റെ യുവവിസ്മയം വൈഭവ് സൂര്യവംശിക്കു നേരെ കൈകൾ നീട്ടുന്നു. വെറുമൊരു ഹസ്തദാനത്തിൽ ഒതുക്കാതെ കടുത്ത വാത്സല്യത്തോടെ ആ 15-കാരനായ യുവതാരത്തെ ഹിറ്റ്മാൻ തന്റെ നെഞ്ചോട് ചേർത്തു പിടിക്കുന്നു. കണ്ടു നിൽക്കുന്ന ചിലർക്ക് ഇതൊരു സാധാരണ ഫ്രെയിം മാത്രമായി തോന്നിയേക്കാം. മത്സരശേഷമുള്ള വെറുമൊരു ആലിംഗനം. എന്നാൽ ക്രിക്കറ്റിന്റെ ആത്മാവിനെ തൊട്ടറിയുന്നവർക്ക് അതൊരു ചരിത്ര മുഹൂർത്തമാണ്. ഒരു കാലഘട്ടത്തിൽ നിന്ന് മറ്റൊരു കാലഘട്ടത്തിലേക്കുള്ള മാറ്റത്തിന്റെ, തലമുറകളുടെ ബാറ്റൺ കൈമാറ്റത്തിന്റെ നേർക്കാഴ്ചയായിരുന്നു അത്. ഈ അവിശ്വസനീയമായ നിമിഷത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ആദ്യം നമ്മൾ നോക്കേണ്ടത് ആ ചിത്രത്തിന്റെ ഇടതുവശത്ത് നിൽക്കുന്ന മനുഷ്യനെയാണ്. രോഹിത് ഗുരുനാഥ് ശർമ്മ, എതിരാളികളുടെ പേടി സ്വപ്നമായ ലോക ക്രിക്കറ്റ് കണ്ട ഏറ്റവും വിനാശകാരിയായ ഓപ്പണർ. വിക്കറ്റിന്റെ ഇരുവശത്തേക്കും പന്ത് സിക്സറുകളായി പറത്തുമ്പോഴും രോഹിത് എന്ന ബാറ്ററുടെ ഉള്ളിൽ എപ്പോഴും ഒരൊറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ. അത് സ്വന്തം രാജ്യത്തിന്റെ, സ്വന്തം ടീമിന്റെ വിജയം മാത്രമാണ്. നമ്മൾ 2023 ഏകദിന ലോകകപ്പിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അത് കൃത്യമായി മനസ്സിലാകും. സ്വന്തം സെഞ്ചുറികൾക്കോ വ്യക്തിഗത റെക്കോർഡുകൾക്കോ അപ്പുറം ടീമിന്റെ വിജയത്തിനായി അദ്ദേഹം കാണിച്ച ആ നിസ്വാർത്ഥത ക്രിക്കറ്റ് ലോകം അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. ആദ്യ ഓവർ മുതൽ വരാനിരിക്കുന്ന പന്തുകളുടെ വലിപ്പച്ചെറുപ്പം നോക്കാതെ പവർ പ്ലേ പരമാവധി ഉപയോഗിച്ച് ടീമിന് ഒരു വമ്പൻ അടിത്തറ നൽകാൻ വേണ്ടി മാത്രം ദഹിപ്പിക്കുന്ന മനസ്സോടെ ബാറ്റേന്ത്യ ആ നായകന്റെ തോളിൽ ഒരു സുവർണ കാലഘട്ടത്തിന്റെ വലിയ ചരിത്രമുണ്ട്. തോൽവിയെ ഭയക്കാതെ ആക്രമണോത്സുക ക്രിക്കറ്റിന്റെ പുതിയൊരു സംസ്കാരം ഇന്ത്യൻ ടീമിൽ പ്രതിഷ്ഠിച്ച ലീഡറാണ് രോഹിത് ശർമ്മ. ഇനി ആ ചരിത്രത്തിന്റെ മറുഭാഗത്തേക്ക് നോക്കൂ. വൈഭവ് സൂര്യവംശി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആഭ്യന്തര ക്രിക്കറ്റിലും IPL-ലും തന്റെ അസാധ്യ ബാറ്റിംഗ് വീര്യം കൊണ്ട് ക്രിക്കറ്റ് പണ്ഡിറ്റുകളെ അമ്പരപ്പിച്ച പ്രതിഭ. രോഹിത് ശർമ്മയുടെ കൺമുന്നിൽ നിൽക്കുമ്പോൾ ആ യുവതാരത്തിന്റെ കണ്ണുകളിലും അതേ തീപ്പൊരിയാണ് കാണാൻ സാധിച്ചത്. രോഹിത്തിനെ പോലെ തന്നെ ഭയമില്ലാതെ ബാറ്റ് ചെയ്യുന്ന ആദ്യ പന്ത് മുതൽ ബൌളർമാരെ അടിച്ചൊതുക്കാൻ മടിയില്ലാത്ത നിസ്വാർത്ഥനായ ഒരു യുവ ഓപ്പണർ. നാളെയുടെ ഇന്ത്യൻ ടീമിന് ഒരുപക്ഷെ ഇതുപോലൊരു വെടിക്കെട്ട് തുടക്കം നൽകാൻ പോകുന്ന ഭാവിയുടെ വാഗ്ദാനമാണ് വൈഭവ്. ക്രിക്കറ്റിൽ പവർ പ്ലേ ഓവറുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് രോഹിത് കാണിച്ചു തന്ന പാതയിലൂടെ സഞ്ചരിക്കാൻ കെൽപ്പുള്ള ഒരു യുവരക്തം. അതുകൊണ്ട് തന്നെയാണ് ഞായറാഴ്ച രാത്രിയിലെ ആ ഹസ്തദാനവും ആലിംഗനവും വെറും ഒരു സ്നേഹപ്രകടനമായി ചുരുക്കി കാണാൻ സാധിക്കാത്തത്. മറിച്ച് ഇനിയുള്ള യാത്ര നിനക്കുള്ളതാണ്, ഈ പൈതൃകം കാത്തു സൂക്ഷിക്കുക എന്ന് ഒരു ഇതിഹാസം വരും കാലത്തെ ഓർമ്മിപ്പിക്കുന്ന കാലം കാത്തുവെച്ച ഒരു മഹാ കൈമാറ്റമായിരുന്നു അത്. താൻ പടുത്തുയർത്തിയ ആക്രമണോത്സുക ബാറ്റിംഗിന്റെ ആ സിംഹാസനത്തിലേക്ക് വരാൻ പോകുന്ന ശരിയായ അവകാശിയെ തിരിച്ചറിഞ്ഞ ഒരു രാജാവിന്റെ വാത്സല്യമായിരുന്നു രോഹിത്തിന്റെ മുഖത്ത്. തോൽവികളെ ഭയക്കാതെ ടീമിനായി ആഞ്ഞു പഠിക്കാൻ വൈഭവിനോട് ആവശ്യപ്പെടുന്ന തരം ഒരു ആത്മബന്ധം ആ ദൃശ്യത്തിലുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അതൊരു തലമുറയുടെ തന്നെ മാറ്റമായിരുന്നു. ഈ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ആരാധകരുടെ കണ്ണു നിറഞ്ഞുപോയി എന്നതാണ് യാഥാർത്ഥ്യം. മുംബൈ ഇന്ത്യൻസിന്റെയോ രാജസ്ഥാൻ റോയൽസിന്റെയോ ഫാൻസ് എന്ന വ്യത്യാസമില്ലാതെ എല്ലാ ക്രിക്കറ്റ് പ്രേമികളും ഒരൊറ്റ മനസ്സോടെ ഈ ചിത്രത്തെ നെഞ്ചിലേറ്റി. ഇതിഹാസങ്ങൾ എപ്പോഴും യുവതലമുറയെ എങ്ങനെയാണ് കൈപിടിച്ചുയർത്തുന്നത് എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി ഈ നിമിഷം മാറി. ഒരു വശത്ത് കരിയറിന്റെ അവസാന ഘട്ടങ്ങളിൽ നിൽക്കുന്ന റൺവേട്ടക്കാരൻ, മറുവശത്ത് കരിയറിന്റെ പടവുകൾ കയറാൻ തുടങ്ങുന്ന വിസ്മയബാലൻ. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി സുരക്ഷിതമായ കൈകളിലാണെന്ന വലിയൊരു സന്ദേശമാണ് ഈ ഒരൊറ്റ ഫ്രെയിം നമുക്ക് നൽകുന്നത്. രോഹിത് ശർമ്മയും വൈഭവ് സൂര്യവംശിയും തമ്മിലുള്ള ഈ ചരിത്ര നിമിഷത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? വൈഭവ് സൂര്യവംശിയിലൂടെ ഇന്ത്യൻ ക്രിക്കറ്റിന് മറ്റൊരു ഹിറ്റ്മാനെ ലഭിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഈ വികാര നിർഭരമായ രംഗം കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി സ്പോർട്സ് പിച്ച് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്